എൻ്റെ പെണ്ണ് ഭാഗം 5. മീനാക്ഷി അരുൺ കാണാതെ കണ്ണുനീർ തുടച്ച് കാറിൽ കയറിയിരുന്നു. അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും നേരം അരുണേട്ടൻ തന്നോട് കാണിച്ച സ്നേഹമെല്ലാം ആ ഒരർത്ഥത്തിലായിരുന്നോ? അവൾ ഇതുവരെ ഉണ്ടായ നിമിഷങ്ങളെല്ലാം ഓർത്തെടുത്തു. ശരിയാ, അരുണേട്ടന് ഞാനിപ്പോഴും കുഞ്ഞിപ്പെങ്ങളാ. ഈ കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും എല്ലാം ഒരു പെങ്ങളോടുള്ളതാ. എന്നെ കെട്ടിപ്പിടിച്ചത്, എന്നെ ആശ്വസിപ്പിച്ചത്, എനിക്ക് ചോറ് വാരിത്തന്നത് എല്ലാം ഒരേട്ടൻ്റെ കരുതലായിരുന്നു. പിന്നെ എന്താ എനിക്ക് മാത്രം അത് വേറെ അർത്ഥത്തിൽ ഫീലാവുന്നത്? എൻ്റെ ഉള്ളെന്താണെന്ന് ഞാൻ എങ്ങനെ അരുണേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കും? മീനാക്ഷിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അരുൺ വരുന്നത് കണ്ട് അവൾ വേഗം കണ്ണുനീരെല്ലാം തുടച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെ ഇരുന്നു. എൻ്റെ മീനുട്ടി കുറേ നാളുകൾക്ക് ശേഷം എന്നോടൊരു കാര്യം വേണമെന്നാവശ്യപ്പെട്ടതല്ലേ? അപ്പോൾ ഞാനെങ്ങനെയാ അത് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക? അതും പറഞ്ഞ് കാറിൽ കയറി അരുൺ വാങ്ങിച്ച 4 മുഴം മുല്ലപ്പൂ മീനാക്ഷിക്ക് നൽകി. മീനാക്ഷി മുഖത്തൊരു ചിരി വരുത്തി അത് വാങ്ങിച്ചു. സന്തോഷമായോ എൻ്റെ മീനുട്ടിക്ക്? അരുൺ അവളോട് ചോദിച്ചു. അവൾ എന്നൊരു മൂളൽ മാത്രം നൽകി. അങ്ങനെ അവർ ശാലിനിയുടെ ചേട്ടൻ്റെ വീട്ടിലെത്തി. തമിഴ് സ്റ്റൈലിലുള്ള ഒരു ഇരുനില വീടായിരുന്നു അത്. ആ ഗ്രാമത്തിലെ തന്നെ ഏറ്റവും വലിയ വീട് അതാണെന്ന് പറയാം. ശാലിനിയുടെ അച്ഛൻ ഒരു തമിഴ്നാട്ടുകാരനും അമ്മ ഒരു മലയാളിയുമാണ്. അവരെ കൂടാതെ 2 മൂത്ത സഹോദരങ്ങളാണ് ശാലിനിക്കുള്ളത്. അതിൽ ഇളയ സഹോദരൻ്റെ മകളുടെ ഋതുമതി ചടങ്ങിനാണ് അരുണും മീനാക്ഷിയും എത്തിയിരിക്കുന്നത്. കാർ മുറ്റത്തേക്ക് വന്നതും അകത്തു നിന്നും ഒരു കൂട്ടം ആൾക്കാർ പുറത്തേക്ക് വന്നു. അതുവരെ സങ്കടപ്പെട്ടിരുന്ന മീനാക്ഷിക്ക് അവരെല്ലാം കണ്ടപ്പോൾ ഒരു നേരിയ ആശ്വാസമായി. അരുൺ കാർ നിർത്തേണ്ട താമസം അവൾ ഡോർ തുറന്ന് ചാടിയിറങ്ങി. പൂമുഖത്ത് അവളെ സ്വീകരിക്കാനായി അവളുടെ അമ്മാവന്മാരും ഭാര്യമാരും കുട്ടികളും ഉണ്ടായിരുന്നു. മീനാക്ഷി ഓടിച്ചെന്ന് അവളുടെ വലിയ അമ്മാവനെ കെട്ടിപ്പിടിച്ചു. എല്ലാവരും അവളെ വന്ന് പൊതിഞ്ഞു. അമ്മായിമാരും കുട്ടികളും അവളോട് വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അവളും അങ്ങോട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എല്ലാവരും ചേർന്ന് അവളെ അകത്തോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അരുൺ കാറിൽ അങ്ങനെ തന്നെ ഇരുന്നു. മീനാക്ഷി അരുണിനോട് കാറിൽ നിന്ന് ഇറങ്ങാൻ പറയുകയോ അകത്തേക്ക് വിളിക്കുകയോ ചെയ്യാതെ പോയപ്പോൾ അരുണിന് പെട്ടെന്ന് വല്ലാത്ത വിഷമം തോന്നി. ഇത്രയും നേരം അരുണേട്ട അരുണേട്ട എന്നും പറഞ്ഞ് ഇടം വലം തിരിയാൻ സമ്മതിക്കാത്തവളാണ്. ഇപ്പോൾ അവളുടെ പ്രിയപ്പെട്ടവരെ കണ്ടപ്പോൾ അവൾക്ക് എന്നെ വേണ്ട, ഞാനെന്നൊരാൾ കൂടെ വന്നതുപോലും അവൾക്ക് ഓർമ്മയില്ലേ? അരുൺ മനസ്സിൽ പിറുപിറുത്തു. അപ്പോഴേക്കും ശാലിനിയുടെ മൂത്ത സഹോദരൻ്റെ മകൻ ശങ്കർ അങ്ങോട്ട് വന്നു. ശങ്കർ വിവാഹിതനാണ്. 2 കുട്ടികളുമുണ്ട്. ശങ്കറിനെ കൂടാതെ ഒരു മകളുമുണ്ട് ശാലിനിയുടെ സഹോദരന്, കല്യാണി. കല്യാണി അമേരിക്കയിൽ പഠിക്കുകയാണ്. ഫംഗ്ഷന് വേണ്ടി അവളും നാട്ടിലെത്തിയിട്ടുണ്ട്. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറി വരൂ അരുൺ. ശങ്കർ അരുണിനെ അകത്തേക്ക് ക്ഷണിച്ചു. അരുണിനെ എല്ലാവർക്കും നേരത്തെ പരിചയമുള്ളതാണ്. അരുണും ശങ്കറും അകത്തേക്ക് വരുന്നത് കണ്ട് മീനാക്ഷിയുടെ അമ്മാവന്മാർ അങ്ങോട്ട് വന്നു. ക്ഷമിക്കണം അരുൺ. മീനാക്ഷിയെ കണ്ട സന്തോഷത്തിൽ അരുണിനെ അകത്തോട്ട് വിളിക്കാൻ മറന്നുപോയി. ഒന്നും വിചാരിക്കരുതേ. വളരെ വിനയത്തോടെ അവർ പറഞ്ഞു. ഏയ്, അതൊന്നും പ്രശ്നമില്ല. അരുൺ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശങ്കർ, നീ അരുണിനുള്ള മുറി കാണിച്ചു കൊടുക്കൂ. കുറേ ദൂരം യാത്ര ചെയ്തു വന്നതല്ലേ, അവനൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ. പക്ഷേ അരുൺ അപ്പോഴും മീനാക്ഷിയെ തിരയുകയായിരുന്നു. അവളെ അവിടെ എവിടെയും കാണാനുണ്ടായിരുന്നില്ല. മീനാക്ഷി തന്നോടൊന്നും പറയാതെ കാറിൽ നിന്നും ഇറങ്ങിപ്പോയതിൻ്റെ വിഷമത്തിലായിരുന്നു അരുൺ അപ്പോഴും. വരൂ അരുൺ, അരുണിനുള്ള മുറി മുകളിലാണ്. ശങ്കർ വിളിച്ചപ്പോഴാണ് അരുൺ സ്വബോധത്തിലേക്ക് വന്നത്. ശങ്കർ അരുണിനുള്ള മുറി കാണിച്ചു കൊടുത്തു. റെസ്റ്റ് എടുത്തോളൂ കേട്ടോ. പെട്ടിയും സാധനങ്ങളുമെല്ലാം ഞാൻ മുറിയിലെത്തിക്കാം. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കരുതേ അരുൺ. അതും പറഞ്ഞ് ഡോറടച്ച് ശങ്കർ താഴേക്ക് പോയി. അരുൺ ബെഡിൽ വന്നിരുന്നു. അവന് മീനാക്ഷിയെ വല്ലാതെ മിസ് ചെയ്യുന്നത് പോലെ തോന്നി. തനിക്കിതെന്താ പറ്റിയത്? ഇത്രയും നാളും മീനുട്ടിയെ കാണാതെയും സംസാരിക്കാതെയും ഇരുന്നപ്പോൾ ഇല്ലാതിരുന്നൊരു വിങ്ങൽ ഇതിപ്പോൾ എങ്ങനെ വന്നു? ചിലപ്പോൾ അവൾ തന്നോട് പറയാതെ പെട്ടെന്ന് കാറിൽ നിന്നും ഇറങ്ങിപ്പോയതിൻ്റെ വിഷമം കൊണ്ടായിരിക്കാം. ഒന്ന് ഫ്രഷായി ഉറങ്ങി എണീറ്റാൽ എല്ലാം റെഡിയാകും. അവൻ അവനെ തന്നെ ആശ്വസിപ്പിച്ചു. ഈ പാർട്ടി ഇവിടെ അവസാനിച്ചു കേട്ടോ. എനിക്കൊട്ടും വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത്. ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞാൽ പിന്നെ എന്നും പോസ്റ്റ് ഇടാം കേട്ടോ. ഈ പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ.